നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സെക്ഷനിൽ നമുക്ക് ഇംഗ്ലീഷിൽ നിന്ന് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ഇഡിയംസ് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഡാർക്ക് ഹോഴ്സ്. ഡാർക്ക് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹൂസ് എബിലിറ്റീസ് ആർ ഹിഡൻ ഓർ അൺനോൺ. നല്ല കഴിവുകളൊക്കെ ഉള്ള ആളായിരിക്കാം, പക്ഷേ അയാളുടെ കഴിവുകളെല്ലാം എന്താണ്, ഒളിപ്പിച്ച് വെച്ചേക്കുമായിരിക്കും. ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചിലർ കാണും, എന്താണ്, ഒരുപാട് കഴിവുകളുള്ള അതധികം പുറത്തെടുക്കാത്ത ആൾക്കാർ. അങ്ങനെയുള്ളവരെ നമുക്ക് ഡാർക്ക് ഹോഴ്സ് എന്ന് പറയാം. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ വെറ്റ് ബ്ലാങ്കറ്റ്. വെറ്റ് ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞാൽ ബോറിംഗ് പേഴ്സൺ അല്ലെങ്കിൽ യൂസ്ലെസ്. അതായത് നമ്മുടെ ഒരു ബ്ലാങ്കറ്റ് അത് നനഞ്ഞാണെങ്കിൽ നമുക്ക് എന്താ ഉപയോഗമുണ്ടോ അതുകൊണ്ട്? ഇല്ല. അപ്പം അതിനെ നമുക്ക് എന്ത് പറയാം? ബോറിംഗ് പേഴ്സൺ അല്ലെങ്കിൽ യൂസ്ലെസ് എന്ന് പറയാം. നനഞ്ഞ ബ്ലാങ്കറ്റ് ഒന്നും കൊണ്ട് നമുക്ക് എന്തില്ല, വലിയ പ്രയോജനം ഇല്ല. അടുത്ത നോക്കിയേ, മൂന്നാമത്തത് ഡച്ച് കറേജ്. ഡച്ച് കറേജ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ കറേജ് ഫ്രം ഡ്രിങ്കിങ് ആൽക്കഹോൾ. അപ്പോൾ ഈ ആൽക്കഹോളൊക്കെ കുടിക്കുന്ന ആൾക്കാർക്ക് അവരെ നമുക്കറിയാം എന്താ, അത് കഴിച്ച് കഴിയുമ്പോൾ അവർക്കൊരു പ്രത്യേക ഒരു കറേജ് കിട്ടും. അതെന്താ, ആർട്ടിഫിഷ്യലായിട്ട് കിട്ടുന്ന ഒരു കറേജാണ്. അപ്പോൾ ഡച്ച് കറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആർട്ടിഫിഷ്യൽ കറേജ് ഫ്രം ഡ്രിങ്കിങ് ആൽക്കഹോള്. അടുത്തതെന്ന് പറയുന്നത് കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ആൻ അൺബിലീവബിൾ ടെയിൽ. കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ പണ്ട് എന്താ നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മമാരും ഒക്കെ നമുക്ക് കുറേ കഥകളൊക്കെ പറഞ്ഞു തരും. ആ കഥകളൊക്കെ വളർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കഥകളായിരിക്കും, ഇല്ലേ? അപ്പോൾ അങ്ങനെയുള്ളതാണ് ഏത്, കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ ടെയിലാണ്. അടുത്തത് ക്യൂർ ഫിഷ്. ക്യൂർ ഫിഷ് എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ച് പേഴ്സൺ. സ്ട്രേഞ്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ വിചിത്രമായിട്ടുള്ള, നമുക്ക് അപരിചിതമായിട്ടുള്ള സ്ട്രേഞ്ച് പേഴ്സൺസിന് നമുക്ക് എന്ത് പറയാം? ക്യൂർ ഫിഷ്. ക്യൂർ ഫിഷ് എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ച് പേഴ്സൺ ആണ്. അടുത്തത് ടേക്ക് ദ ബുൾ ബൈ ഹോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടേക്ക് ദ ബുൾ ബൈ ഹോൺസ് എന്ന് പറഞ്ഞാൽ ഫേസ് ദി പ്രോബ്ലം. അതായത് ഇപ്പം ടേക്ക് ദ ബുൾ ബൈ ഹോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊമ്പ് കൊണ്ട് കാളയെ എടുക്കുക, അല്ലേ? അല്ലെങ്കിൽ പിടിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താ ഒരു, അല്ലെങ്കിൽ നമ്മൾ കാളയെ പിടിക്കുക അല്ലെങ്കിൽ കൊമ്പി പിടിച്ച് കാളയെ നിർത്തുക എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരു വലിയൊരു പ്രോബ്ലമാണ്. ഒരു പ്രോബ്ലത്തെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഫേസ് ചെയ്യാൻ പോവുകയാണ്. അടുത്തെന്ന് പറയുന്നത് ടിൽ ദ കൗസ് കം ഹോം. അതായത് എ ലോങ് ടൈം. ടിൽ ദ കൗസ് കം ഹോം എന്ന് പറഞ്ഞാൽ എ ലോങ് ടൈം. അതായത് ഇപ്പം എന്താ, ചിലയിടത്തൊക്കെ നമ്മൾ വീട്ടിലുള്ള പശുക്കളെയൊക്കെ അഴിച്ച് വിട്ട് മേയാനൊക്കെ വിടുമല്ലോ. അപ്പം അതിലൊരെണ്ണം നമ്മളെ വിട്ടുപോയി. അതെന്താണ്, അത് തിരിച്ച് വരുന്നത് വരെ നമ്മൾ അതിനെ കാത്തിരിക്കത്തില്ലേ? അതാണ് ലോങ് ടൈം. ടിൽ ദ കൗസ് കം ഹോം എന്ന് പറഞ്ഞാൽ എ ലോങ് ടൈം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.